ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാദർ അഡ്വക്കേറ്റായിരുന്നു. പുള്ളി ഒരുപാട് വലിയ വലിയ കലാകാരന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നാട്ടിൽ. ഒന്ന് നമ്മളെ പണ്ഡിത്ത് ജസരാജ്, അല്ലാറക്ക, പിന്നെ ഫർവിൻ സുൽത്താൻ, രവിശങ്കർ, ബിസ്മില്ല ഖാൻ, പിന്നെ ഈ നമ്മളെ ഇന്ത്യയിലെ ഗായകനായ മുഹമ്മദ് റഫി സാഹിബിനെ മലയാള സിനിമയെ കൊണ്ടുവന്ന് പാടിപ്പിക്കുന്നത് എൻ്റെ ഫാദറാണ്. चाहूँगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज़ में न दूँगा. ചെറുപ്പത്തിൽ ഞാൻ ഐസ് പ്ലാന്റിലൊക്കെ ജോലി എടുത്തിട്ടുണ്ട്. അന്ന് പിന്നെ കുറച്ച് കുറവുണ്ടായിരുന്നുള്ളൂ കാഴ്ച. അങ്ങനെ അന്ന് കുറഞ്ഞു പോയതാണ്. അലോപ്പതിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇവിടുത്തെ ഒരു പരസ്യം ഇടാൻ വന്നതാണ്. പിന്നെ 1-2 പേരൊക്കെ നമ്മളെ നാട്ടിൽ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കൊണ്ട് കാണിച്ചു നോക്ക്, അപ്പോൾ എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഒരുപാട് വർഷമായപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള. എന്നാലും എനിക്ക് എൻ്റെ ഇത് വെച്ച് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഇവിടുന്നുണ്ടായിട്ടുണ്ട്. ഇടത്തെ കണ്ണ് ഒരു 5-10% കാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അതിലൊക്കെ ഒരുപാട് കാഴ്ച വന്നിട്ടുണ്ട്. വലത്തെ കണ്ണിന് കുറേ കൂടെ കൂടുതൽ വെച്ചിട്ടുണ്ട്. കുറേ അപകടങ്ങളുണ്ടായിരുന്നു കണ്ണിൻ്റെ ഉള്ളിൽ. ഈ വെട്ടൽ, പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടി. എൻ്റെ കണ്ണ് ഞാൻ പറഞ്ഞില്ല, ഈ നമ്മൾ നോട്ടത്തിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് എൻ്റെ കണ്ണ് മുമ്പ്. ഇവിടെ വന്നപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കാഴ്ച മുമ്പത്തിനെക്കാട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാഴ്ച ഒരു 10-40% ഉണ്ടാവും. ഞാൻ ഈ ചെക്കപ്പിന് വരുമ്പോഴും അഡ്മിറ്റ് ആകാനൊക്കെ വരുമ്പോൾ ഒറ്റക്കാണ് തന്നെ കൊച്ചിന്. വീട്ടിലെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ ചെയ്യാൻ പറ്റിയത് എനിക്ക് ശരിയാവുന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൂടുതലും ഇങ്ങനെ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ആശുപത്രിയായിരിക്കും.